നമസ്കാരം. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 6. കഴിഞ്ഞ എപ്പിസോഡിൽ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുണ്ടായി. ഇന്ന് നമ്മൾക്ക് മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയേണ്ടത്. അപ്പോൾ അത് ശൗനക ഉവാച. ശൗനകൻ പറഞ്ഞു, അജ്ഞാനധ്വാന്ത വിദ്വംസ കോടി സൂര്യസമപ്രഭ സൂതാക്യാഹി കഥാസാരം മമ കർണരസായനം. ഇതാണ് ശ്ലോകം. അതിന് ഒരു സാമാന്യം വാക്കാർത്ഥം പറയുകയാണെങ്കിൽ, അറിവില്ലായ്മ, അന്ധകാരം, നാശം, കോടി സൂര്യസമപ്രഭയോടുകൂടിയവനായ എൻ്റെ കർണങ്ങൾക്ക് രസത്തെ നൽകുന്നതായ കഥാസാരത്തെ ആഖ്യാനം ചെയ്താലും എൻ്റെ എന്താ പറയുക, മനസ്സിന് ഇമ്പമുണ്ടാക്കുന്ന, എൻ്റെ മനസ്സിന് ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം മുതലായിട്ടുള്ള ആത്മീയ നിർവൃതിയിലേക്കുള്ള കഥകൾ ഹേ സൂത അങ്ങ് പറഞ്ഞാലും. ഇതാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം വരിക. അപ്പോൾ അതിന് ഭാവാർത്ഥം പറയുമ്പോൾ എന്താ പറയുക, അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നതിൽ കോടി സൂര്യ സദൃശിയായ പ്രഭയോടുകൂടിയ ഹേ സൂത. സൂതൻ എന്തുണ്ടെന്നാണ് പറഞ്ഞത്? സഹസ്രകോടി സൂര്യൻ്റെ തേജസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് നിങ്ങൾക്കോ ആത്മ സൂര്യൻ്റെ തേജസ് ഉണ്ട്. അത് എവിടെ ഇരിക്കണത്? നമ്മുടെ ഉള്ളിൽ. നമ്മുടെ ഉള്ളിലുള്ള ആത്മ തേജസ്സിനെ അറിയാതെ കണ്ട് പുറത്തുള്ള ശിലകളിലും ധൂളികളിലും ക്യാൻവാസിലും ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞത് ഒരു വിരോധാഭാസമാണ്. അതായത് വസ്തുക്കളെല്ലാം ജഡങ്ങളാണ്. വസ്തുക്കളെ നമ്മുടെ കണ്ണിന് ദൃഷ്ടിഗോചരമാക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമാണ്. നമ്മൾക്ക് ഉള്ളിൽ ചൈതന്യമില്ലെങ്കിൽ പുറമെയുള്ള വസ്തുക്കളെ നമ്മൾക്ക് കാണാൻ പറ്റില്ല. എന്നാൽ പുറമേ ഇപ്പം അന്ധകാരത്തിലാണെങ്കിലോ, നമ്മൾ ബാഹ്യമായിട്ട് അന്ധകാരത്തിലാണെങ്കിൽ നമുക്ക് കാണാനും പറ്റില്ല. അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ പറയണു, അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നതിൽ അതിനായിട്ട് കോടി സൂര്യസദൃശിയായ പ്രഭയോടുകൂടിയ ഹേ സൂത, എൻ്റെ കർണങ്ങളെ ആനന്ദിപ്പിക്കുന്നതായ കഥാസാരത്തെ അങ്ങ് പറഞ്ഞാലും ശരി. പിന്നെയോ, അജ്ഞാനത്താൽ മറയ്ക്കപ്പെട്ട അന്ധക്കരണ വൃത്തി, അതൊന്ന് ശ്രദ്ധിക്കണം. അന്ധക്കരണ വൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സ്, ചിത്തം, അഹങ്കാരം, ബുദ്ധി, ഈ 4 കൂടിയിട്ടാണ് അന്ധക്കരണം എന്ന് പറയാം. അപ്പം ഈ അന്ധക്കരണം ഒന്ന് പ്രവർത്തിക്കുമ്പോൾ വേറൊന്ന് പ്രവർത്തിക്കില്ല. മനസ്സ് എൻഗേജഡ് ആവുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കില്ല. ചിതാകാശ ഗുഹയിലുള്ള ചൈതന്യത്തിനെ അറിയില്ല, അഹങ്കാരം ഉണ്ടാവില്ല. അപ്പം ഈ ചിതാകാശ ഗുഹയിലുള്ള സത്താമാത്രനായിരിക്കുന്ന ചൈതന്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ അതിൽ വിലയം പ്രാപിക്കാം. മനസ്സിനെ അതിൽ ലയിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? മനസ്സ് കുരങ്ങിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും. ചഞ്ചലപ്പുണ്ടാവരുത്. മനസ്സ് ദൃഢമായി, ചിത്തത്തിൽ ദൃഢമായിരിക്കണം. എൻ്റെ ഉള്ളിലുള്ള ഈശ്വരീയതയെ ആണ് മനസ്സ്
മനസ്സ് അതിനാണ് ലയിക്കേണ്ടത്. അത് ലയിച്ചില്ലെങ്കിൽ എന്താ, എൻ്റെ ഉള്ളിലുള്ള ഈശ്വരീയത എനിക്ക് ഉപകാരപ്പെടില്ല എന്ന് പറഞ്ഞാൽ പുനരഭിജനനം പുനരഭിമരണത്തിൽ ഞാൻ പെട്ട് നട്ടം തിരിയും. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം അന്ധക്കരണ വൃത്തി. ഈ അന്ധക്കരണ വൃത്തിനെ നമ്മളെങ്ങനെ മനസ്സിലാക്കും? ഒരു സ്ക്രീൻ, സിനിമ കാണുന്ന ഒരു സ്ക്രീൻ, അല്ലെങ്കിൽ പ്ലെയിനായിട്ടുള്ള നമ്മുടെ ഒരു ചുമര്, അതിൽ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്തിൽ ഈ ഇലക്ട്രിക് ബൾബ് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഫിലമെൻ്റൊക്കെ എടുത്ത് കളഞ്ഞ് അതിൽ വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ച ജനാലയിൽ കാർഡ്ബോർഡ് പതിക്കും. ആ കാർഡ്ബോർഡ് പതിച്ചിട്ടുള്ളതിൽ ചെറിയ ഒരു സ്ക്വയറിൽ ഒരു എന്താണ് പറയുക, ഒരു ഓട്ട തുടങ്ങും. എന്നിട്ട് ഈ ബൾബിൽ വെള്ളം നിറച്ചിട്ട് ആ ദ്വാരത്തിൽ ക്രമമായിട്ട് നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം നിറയും, പെൻകെട്ടി തൂക്കും. എന്നിട്ട് പുറത്തുനിന്ന് ഒരു കണ്ണാടിയിൽ ഈ സൂര്യൻ്റെ പ്രഭയുടെ റിഫ്ലക്ഷൻ ആ ഓട്ടയിൽ കൂടെ കൊടുത്താൽ ഈ വെള്ളം ഈ ഉള്ളപ്പോൾ അതൊരു ലെൻസായിട്ട് പ്രവർത്തിച്ച് ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഭിത്തിയിൽ ഒരു സ്ക്രീൻ ഉണ്ടാവും. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സിനിമ കാണാൻ അങ്ങനെയൊക്കെയാണ്. എന്നിട്ടൊരു കണ്ണാടി ചില്ലെടുക്കും. കണ്ണാടി ചില്ലെടുത്തിട്ട് ചിമ്മിനി വിളക്കൊണ്ട് അതിനെ കരി പിടിപ്പിക്കും. എന്നിട്ട് അതിലെ ഈർക്കലി കൊണ്ട് എഴുതും, ഇന്ന ആൾ സിനിമാ ഹാളിൽ നിന്ന് പുറത്തു വരണം. എന്നിട്ട് ഇത് അതിൽ പിടിച്ചാൽ സ്ക്രീനിൽ ഇത് കാണുകയും ഞങ്ങൾക്കുണ്ടാകുന്നൊരു സന്തോഷം വീട്ടിലിരുന്ന് സിനിമ കാണലാണ്. സിനിമ വെച്ചാൽ ഈ സ്ലൈഡ് അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം ഈ ഇന്ന ആൾ പുറത്ത് വരണമെന്നോ അല്ലെങ്കിൽ എന്ത് തന്നെ തമാശയാണെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ എഴുതിയാലും അത് നമുക്ക് വായിക്കാൻ പറ്റും ചുമരിൽ. പക്ഷേ ഈ സ്ലൈഡ് എടുത്തു, ഈ സൂര്യകിരണങ്ങളിൽ കൂടെ വരേണ്ടതായിട്ടുള്ള പ്രഭ കണ്ണാടിയിൽ കൂടെ പ്രവർത്തിക്കണം നിർത്തി സ്ക്രീനിൽ വല്ലതും കാണുമോ? ഇല്ല. ചുമരിൽ വല്ലതും കാണുമോ? കാണില്ല. ചുമരിനെ അത് ബാധിക്കുമോ? ഇല്ല. അതേപോലെ സിനിമാ തിയേറ്ററിൽ നമ്മൾ സിനിമ കാണുന്നുണ്ട്. സിനിമ കാണുമ്പോൾ അതിൽ വൈവിധ്യങ്ങളായിട്ടുള്ള യുവമിഥുനങ്ങൾ ആലിംഗനബദ്ധരായിട്ട് ഡാൻസ് ചെയ്യണു, പാട്ട് പാടണം, വിവാഹം വരണം, അതിൻ്റെ ഇടയ്ക്ക് സിനിമയിൽ മരണം വരണം, ശവം കത്തിക്കണം, അതിൻ്റെ ഇടയ്ക്ക് കാട്ടുതീ വരണം, അതിൻ്റെ ഇടയ്ക്ക് വെള്ളപ്പൊക്കം വരണം. ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോൺട്രാഡിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സിനിമയിൽ കണ്ടാലും സിനിമ പ്രൊജക്ടർ ഓഫ് ചെയ്താൽ എന്തുണ്ടാവില്ല? സ്ക്രീനിലൊന്നുമില്ല. അപ്പോൾ സ്ക്രീനിന് ഇതൊന്നും ബാധിക്കണില്ല. അതേപോലെ ചിതാകാശ ഗുഹയിലുള്ള ചൈതന്യത്തിൻ്റെ സവിധത്തിലാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. ചിതാകാശ ഗുഹയിലുള്ള ചൈതന്യത്തിൻ്റെ സവിധത്തിലാണ് അഹങ്കാരം ഉണ്ടാവുന്നത്, ബുദ്ധി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബുദ്ധി എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ, സദ്ബുദ്ധി എന്ന് തന്നെ പറയണം. സത് അല്ലെങ്കിൽ പോക്കറ്റ് അടിക്കുക ഒരു ബുദ്ധിയാണ്, അത് പറ്റില്ല. കുബുദ്ധി, വേറൊരാൾക്ക് പാര വെക്കണമെന്ന് വിചാരിക്കുക, അതും പാടില്ല. സദ്ബുദ്ധി തന്നെയാണ്, മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ള ബുദ്ധി തന്നെ ആയിരിക്കണം. അപ്പോൾ മരം ചാടി നടക്കുന്ന മനസ്സിനെ ബുദ്ധിയാകുന്ന തോട്ടി കൊണ്ട് നിയന്ത്രിക്കാൻ നമുക്ക് പഠിക്കാൻ സാധിക്കണം. അതാണ് കൺകണ്ട ദൈവം മാതൃദേവോ ഭവ, അത് കഴിഞ്ഞാൽ പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, ദൈവിക സൂക്തങ്ങൾ, ദേവീദേവന്മാരെ പറ്റി എന്ത് പ്രൗഢഗംഭീരമായിട്ടുള്ള സ്തുതികളുണ്ട്. ആ സ്തുതികളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട്, ഇപ്പോൾ വെറുതെ 19 മിനിറ്റ് കൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിച്ചത് കൊണ്ട് കാര്യമായില്ല. അതിൻ്റെ അർത്ഥതലങ്ങൾ അറിയണം. അതിൻ്റെ അർത്ഥതലങ്ങൾ അറിയുമ്പോഴാണ് നമുക്ക് ഭാവം വരുള്ളൂ. ആ ഭാവമാണ് ഭക്തിരസം ഉണ്ടാക്കുന്നത്. ഭാവം അല്ലെങ്കിൽ ഭക്തിരസമില്ല. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം, ഈ അന്ധക്കരണ വൃത്തി ആത്മാവിനെ അറിയുന്നില്ല.
അഹങ്കാരം, മനസ്സ്, പിന്നെ ബുദ്ധി, ഇതൊന്നും അന്ധകരണ വൃത്തിനെ അറിയണില്ല. എന്നാൽ അന്ധകരണത്തിൽ ചിതാകാശ ഗുഹയിൽ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പം അന്ധകാരത്താൽ മറയ്ക്കപ്പെട്ട നേത്രം പുറമേയുള്ള പദാർത്ഥങ്ങളെ കാണാത്തതുപോലെ കണ്ണുണ്ട്, കാണാൻ കഴിവുണ്ട്, പക്ഷെ സൂര്യപ്രകാശമില്ല, ചന്ദ്രപ്രകാശമില്ല, ലൈറ്റില്ല, ദീപമില്ല, പിന്നെ എങ്ങനെയാണ് കാണാം? അന്ധകാരത്തിൽ കാണാൻ പറ്റില്ല. അതുപോലെ എന്താണ്, അതുപോലെയാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ. അതുകൊണ്ട് അജ്ഞാനത്തിന് അന്ധകാര സാദൃശ്യം കൽപ്പിച്ചു. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അന്ധകാരം, അറിവില്ലായ്മ, വെളിച്ചമില്ലായ്മ. അപ്പോൾ സൂര്യപ്രഭ പുറപ്പെടുമ്പോൾ അന്ധകാരം നശിക്കും. രണ്ടും എക്സ്ട്രീം എൻഡാണ്. ദീപം കൊളുത്തിയാൽ അന്ധകാരം പോയി. എന്നാൽ അന്ധകാരത്തിന് ദീപത്തിനെ കെടുത്താനുള്ള ശക്തി ഉണ്ടോ? അതില്ല. ദീപം വരുന്തോളം അന്ധകാരം പോയി മറിയും. അപ്പോൾ സൂര്യപ്രഭ പുറപ്പെടുമ്പോൾ അന്ധകാരം നശിക്കുന്നത് പോലെ സൂതൻ്റെ മുഖത്തിൽ നിന്ന് വരുന്ന ഈശ്വരീയ കഥകളും ഈശ്വരീയ വാക്കുകളും പ്രബോധനങ്ങൾ, ദർശനങ്ങൾ, ദാർശനിക ചിന്തകൾ, സുഖമുഖത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെട്ടു തുടങ്ങുമ്പോൾ കേൾക്കുന്നവരുടെ അജ്ഞാനം നശിക്കുന്നതിനാൽ ഈ കാക്ക വെള്ളം കുടിക്കുക എങ്ങനെയാണ്? അത് ഒരു ബൗളിലാണ് വെള്ളം വിചാരിക്കുക. ആ ബൗളിൻ്റെ വായ വിസ്താരമില്ല, അടിയിൽ വെള്ളമുണ്ട്. അപ്പം എന്താവും? ഈ വെള്ളത്തിനെ കാക്കയുടെ കൊക്കിലേക്ക് എത്തത്തക്ക വിധത്തിൽ വെള്ളമില്ലല്ലോ, പിന്നെ കുടിക്കില്ലല്ലോ. അവിടെയാണ് സൂത്രശാലിയായ കാക്ക ചെറിയ ചെറിയ ബബിൾസ് ആ പാത്രത്തിലേക്ക് ഇട്ട് വെള്ളത്തിനെ പൊന്തിക്കും. വെള്ളത്തിന് തന്നെയുള്ളൂ. അപ്പോൾ കൊക്ക് അത് മുമ്പിൽ മുട്ടിയാൽ അതിന് വലിച്ചു കുടിക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ മനസ്സിലുള്ള വൈകാരിക കാര്യങ്ങൾ യുദ്ധം ചെയ്യും. വൈകാരികങ്ങൾ, നാളെ എന്താ ചെയ്യുക, കടമുണ്ട്, അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങണം, കാശില്ല. അപ്പോൾ വൈകാരിക സംഘട്ടനങ്ങൾ മനസ്സിൽ ഉണ്ടായത് കൊണ്ട് കാശുണ്ടാവുമോ? ഉണ്ടാവില്ല. അസുഖം മാറുമോ? ഇല്ല. അസുഖം മാറണമെങ്കിൽ ചികിത്സിക്കണം. അസുഖം മാറാൻ വഴിപാട് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട്, ഒരു ക്ലാസ്സിലുള്ള കുട്ടികളെ ഒരു സബ്ജക്റ്റ് ഒരു മാഷ് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് മാർക്ക് വ്യത്യാസം വരാൻ കാരണം എന്താ? അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദി സബ്ജക്റ്റ്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള പൂർവകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് പുണ്യങ്ങളും പാപങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ദുരിതങ്ങൾ ജാസ്തി ആവുമ്പോൾ എന്തുണ്ടാവില്ല? സമാധാനം ഉണ്ടാവില്ല. ഇത് നമ്മൾ എപ്പോൾ പഠിക്കണം? 60-65 വയസ്സിൽ പഠിച്ചാൽ മതിയോ? പോരാ, കുട്ടിക്കാലത്ത് പഠിക്കണം. നോട്ട് ലേറ്റർ ദാൻ 8, 10, 12 years. 8, 10, 12 വയസ്സിൻ്റെ ഉള്ളിൽ സാമാന്യ വിവരം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആരും ആവില്ല, ആശ്രയമായിട്ട് പോകും. അപ്പോൾ പറഞ്ഞു വരുന്നത് അന്ധകാരം ഉണ്ട്. അന്ധകാരം ഇല്ലാതെ കണ്ടാവണമെങ്കിൽ അറിവുണ്ടാവണം. അജ്ഞാനം മാറണമെങ്കിൽ ജ്ഞാനം ഉണ്ടായിരിക്കണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. ആ അറിവ് എന്തിനെ പറ്റിയിട്ടായിരിക്കണം? ഈശ്വരനെ പറ്റിയിട്ടായിരിക്കണം. കാരണം എന്താ? ഈശ്വരനാണ് ഈ ജഗത്തിനെ നിയന്ത്രിക്കുന്നത്. ഈശ്വരനാണ് എന്നെയും നിങ്ങളെയും നിയന്ത്രിക്കുന്നത്. അതിലെനിക്ക് ഈശ്വരനിൽ വിശ്വാസമില്ല. ഈശ്വരനെ കണ്ടാലേ എനിക്ക് ബോധ്യമാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പറയും, നിനക്ക് ബോധ്യം ആവണ്ട, നിനക്ക് നിൻ്റെ പാട്, എനിക്ക് എൻ്റെ പാട്. ഈശ്വരൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട്, അതിനറിയാനാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ അജ്ഞാനം നശിക്കുന്നതിനാൽ സൂതവാക്കുകൾക്ക് സൂര്യപ്രഭാവ സാദൃശ്യം കൽപ്പിച്ചു. ഇതൊക്കെ കവികളുടെ വിദ്യയാണ്. സഹസ്രകോടി സമപ്രഭ, 1000 കോടി സൂര്യൻ്റെ പ്രഭയുള്ളവൻ എന്ന് പറഞ്ഞാൽ മനസ്സിന് എന്തും ഏതും താങ്ങാനുള്ള ശക്തി ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ കഥകൾ അനേകങ്ങളും വിസ്താരമേറിയുമാകയാൽ അവയെല്ലാം കേൾപ്പാൻ ആഗ്രഹമില്ല.
മഹാഭാരതത്തിൽ 1,400,000 ശ്ലോകങ്ങളാണ്. ഭാഗവതത്തിൽ 14,000 ചില്ലാൻ ശ്ലോകങ്ങളേ ഉള്ളൂ. അതിൽ 4,000 ഈശ്വരനെ സ്തുതിക്കുകയാണ്. അപ്പോൾ മഹാഭാരതം പഠിക്കേണ്ടതെന്നല്ല, മഹാഭാരതം പഠിക്കണം. അതിൽ ഒരു 1,500 ശ്ലോകങ്ങളോളം അനുശാസന പർവ്വം ശിക്ഷിച്ച് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്വാധ്യായം ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള അറിവില്ലായ്മ വരുന്നത്, ദുഃഖിക്കാനുള്ള കാരണം. അപ്പോൾ പല പല കഥകളും കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, പറയുകയും വേണ്ട. പറയുക എന്നല്ല, പറയുകയും വേണ്ടെന്നാ, പറയുകയും വേണ്ടെന്നാ, പറയണ്ടെന്നാ. നമ്മൾക്ക് മലയാളം അറിയില്ല, പറയുകയും വേണ്ട. അപ്പോൾ കഥകളിൽ അടങ്ങിയിരിക്കുന്ന സാരം പറഞ്ഞാൽ മതി എന്ന് സൂചിപ്പിക്കുവാനാണ് കഥാസാരം എന്ന പദം പ്രയോഗിച്ചത്. കഥാസാരം, കഥ പറയേണ്ട ആവശ്യമില്ല, കഥകളുടെ സാരം പറയണം. എന്താണ് സൂത്രവാക്യങ്ങൾ? സൂത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ വാതിലും ജനലൊക്കെ വയ്ക്കുന്നത് സൂത്രം നോക്കിയിട്ടാണ്. ഒരു ജനലിന് ഓപ്പോസിറ്റ് ഒരു ജനൽ ഉണ്ടാവണം. വാതിലിന് അങ്ങനെ നിർബന്ധമില്ല, കാരണം ഒരു മുറിയിലേക്ക് ഒരു വാതിൽ മതി അല്ലേ? അല്ലെങ്കിൽ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ വേറൊരു വാതിൽ വേണം. അതിനാണ് നമ്മുടെ അടുക്കളയിൽ ചില സ്ഥലത്തൊക്കെ പണ്ടത്തെ രീതിയിൽ അടുക്കളയിലൊക്കെ ട്രയാങ്കിൾ മാതിരി ഒരു ദ്വാരം ഉണ്ടായിരിക്കും, സൂത്രം. അല്ലെങ്കിൽ ഒരു ഉറുപ്പിക വലുപ്പത്തിൽ ഒരു ദ്വാരം, സൂത്രം പോവാന്ന് പറയും. അപ്പോൾ ഞാനും നിങ്ങളും മുത്തുമാലകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മുത്തുകൾ ഒരു സൂത്രത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദ്വാരത്തു കൂടെ പോയിട്ടുള്ള നൂലുമ്പിലാണത് നിൽക്കുന്നത്. സൗരയൂഥം ഒരു സൂത്രത്തിലാണ്, അതാരും കെട്ടിയിട്ടിട്ടില്ല. സത്യമേവ ജയത്തെ, സത്യം ജയിക്കട്ടെ എന്നാണ് സനാതനധർമ്മത്തിൽ വേറൊരു ആപ്തവാക്യം. സത്യം ജയിക്കും, അസത്യം ജയിക്കില്ല. സത്യമേവ ജയതെ. അപ്പോൾ നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം, നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അപ്പോൾ കഥാസാരം എന്ന് ഉപയോഗിക്കാനുള്ള കാരണം കഥകൾ വേണ്ട, സാരം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി, ഇനി നമുക്ക് അടുത്ത ശ്ലോകം 4-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. 4-ാമത്തെ ശ്ലോകം പറഞ്ഞത് ഭക്തിജ്ഞാനവിരാഗത്തോ വിവേകോ വർദ്ധതേ കഥം മായാമോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. ഈ ഭാഗവതത്തിന് ഒരു രീതിയില്ല, അവരവൻ്റെ രീതി അതാ നല്ലത്. അർത്ഥം അറിഞ്ഞാൽ മതി, അർത്ഥം പഠിക്കുക. അതായത് ഈ കഥാസാരങ്ങൾ ഉൾക്കൊള്ളുക. അല്ലാണ്ട് സംസ്കൃതം പഠിച്ച് ഒരാൾക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പം ഞാനും സംസ്കൃതം പഠിച്ചിട്ടില്ല, എന്തിനപ്പോൾ അത് ഇല്ലാത്തത് പറഞ്ഞത്? മലയാളം നന്നായിട്ട് പറയും. അപ്പോൾ ഭക്തിജ്ഞാനവിരാഗത്തോ വിവേകോ വർദ്ധതേ കഥം മായാമോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. അതിന് നമുക്ക് ആദ്യം എൻ്റെ വാക്കാർത്ഥം നോക്കാം. ഈശ്വരനിൽ പരമപ്രേമം, ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഇപ്പം അർത്ഥം പറഞ്ഞത്. ഈശ്വരനിൽ പരമമായ പ്രേമം ഉണ്ടാവുക, ഭക്തി. സ്ത്രീ പുരുഷന്മാർ ഭാര്യാഭർത്താക്കന്മാരായാൽ സ്നേഹം വേണം, പ്രേമം വേണം. അത് മാത്രം പോരാ, ഈശ്വരനിൽ ഭക്തി വേണം. എന്തിനാ ഈശ്വരനിൽ ഭക്തി? സന്ധ്യാനാമം ജപിക്കും. സന്ധ്യാനാമം ജപിക്കുമ്പോൾ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് 5 പ്രാവശ്യം ജപിക്കും. അത് കഴിഞ്ഞാൽ ജപിക്കുന്ന ഒരു വാക്കുണ്ട് ഈശ്വരൻ്റെ നാമം, അച്യുതായ നമഃ. അതാണ് അച്യുതായ നമഃ. അതങ്ങനെ അച്യുതായ നമഃ, അച്യുതായ നമഃ എന്നിങ്ങനെ ജപിച്ചുകൊണ്ട് കാര്യമില്ല. അച്യുതായ നമഃ, അച്യുത എന്താ അർത്ഥം അറിയണം. അച്യുതൻ എന്നുള്ളതിന് ച്യുതിരഹിതൻ എന്ന അർത്ഥം പറയുക, നാശമില്ലാത്തവൻ. അപ്പോൾ ഞാനും നിങ്ങളും നശിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓരോ പിറന്നാൾ ആശംസകൾ വരുമ്പോഴും
നമ്മളെന്ത് ചെയ്യും? മരിക്കുകയാണ്, മരണത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് ചെറിയൊരു ക്രിട്ടിക്കൽ മനോഭാവം, എപ്പോഴും ക്രിട്ടിക്കൽ മനോഭാവമാണ്, എന്നാലും ഉശിരായിട്ട് ഒരു ക്രിട്ടിക്കൽ. ഒരിക്കലും നമ്മൾ ഈ ഇംഗ്ലീഷുകാരെ കണ്ണടച്ച് അനുകരിക്കരുത്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇത് പറയാൻ നമുക്ക് അധികാരം എന്താ? മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇനി അതിൻ്റെ മലയാളം വരുമ്പോൾ നമ്മൾ 1000 ജന്മദിനാശംസകൾ എൻ്റെ പൊന്നുമോന്. അപ്പോൾ നമ്മൾക്ക് മനുഷ്യായുസ് പുരാണങ്ങൾ തന്നെ 120 എന്നൊരു ഇതുണ്ടെങ്കിലും 100-ലാണ്, ശരാശരി 100-ലാണ് നിർത്തിയിട്ടുള്ളത്. അതിൽ 25 വർഷം ബ്രഹ്മചര്യം, അതായത് പഠിക്കാനുള്ള സമയം, ബ്രഹ്മത്തിനെ പഠിക്കാനുള്ള സമയമാണ്. ബാലപാഠങ്ങൾ 8, 10, 12 അറിഞ്ഞിരിക്കണം. 25 വയസ്സ് കഴിഞ്ഞാൽ 25 വർഷം ഗൃഹസ്ഥാശ്രമമാണ്. അത് വേണമെങ്കിലാവാം, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ വാനപ്രസ്ഥത്തിലേക്ക് പോയിട്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് മടങ്ങി വരാൻ പാടില്ല. അപ്പോൾ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ 25 വർഷം വാനപ്രസ്ഥം, അത് കഴിഞ്ഞാൽ 25 വർഷം സന്യാസം. ഇപ്പം അങ്ങനെയല്ല, ചിലവർ 18 വയസ്സിൽ തന്നെ സന്യാസിക്കും. കുറച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മുഷ്പ് തോന്നും, എന്നാൽ ശരി താടി നിലയ്ക്ക് എടുത്തിട്ടൊരു വിവാഹം കഴിക്കാമെന്നായി. അങ്ങനെ അത് അപകടമാണ്, നരകത്തിലേക്കുള്ള ദ്വാരം എന്നാണ് പറഞ്ഞത്. അതായത് ക്രമമായിട്ട് മേപ്പെട്ട് കയറുക എന്നല്ലാണ്ട് താഴത്തേക്ക് വരാൻ പാടില്ല. ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ ഇരുന്നോളൂ, പുനരവിജനനം ആണെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ അവശ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കണ്ട് എല്ലാവരും ഈശ്വരോപാസന ചെയ്യണം എന്ന് നിർബന്ധിക്കുന്നുണ്ട്. എന്തിന്? ഈശ്വരനിൽ പരമപ്രേമം എല്ലാ ജാതിക്കാർക്കും ഉണ്ട്. ശൂദ്രനും വൈശ്യനും ക്ഷത്രിയനും ബ്രാഹ്മണനും ഒക്കെ ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. പക്ഷെ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഉണ്ടാവാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈശ്വരനിൽ ഭക്തി ഉണ്ടാവാൻ ശ്രോതാക്കളായ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കുട്ടികൾക്ക് ഭക്തി ഉണ്ടാവണം എന്ന് വിചാരിച്ച് നമ്മൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരച്ഛൻ എന്നുള്ള നിലയ്ക്ക്, ഒരമ്മ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ശരിക്കും ചെയ്തിട്ടില്ല. അപ്പം ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ പരമപ്രേമം, അറിവ്, ജ്ഞാനം. ജ്ഞാനി എന്ന് പറഞ്ഞാൽ എൻജിനീയറിംഗ് ഡോക്ടറേനല്ല ജ്ഞാനി എന്ന് പറഞ്ഞത്. മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിലെ വാക്കുകൾക്ക് അർത്ഥത്തിന് ഒരുപാട് വ്യത്യാസമുണ്ട്. നോളേജ് എന്ന് പറഞ്ഞതും വിസ്ഡം എന്ന് പറഞ്ഞതും വ്യത്യാസമുണ്ട്. വിസ്ഡം എന്നുള്ളത് ജീവിതാനുഭവങ്ങളാണ്. നോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുസ്തകത്തിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന അറിവുകളെന്ന് അർത്ഥം വരും. അപ്പം നോളജും വേണം, വിസ്ഡവും വേണം. ഇപ്പോൾ സ്കൂളിൽ പോവാത്തവർക്ക്, എൻ്റെ അമ്മ സ്കൂളിൽ പോയിട്ടില്ല, അമ്മ പറയും സർക്കസ് കൈ വിട്ട് കാലുമ്പ് പൊട്ടിക്കുക, കാല് വിട്ട് കയ്യുമ്പ് പൊട്ടിക്കുക, അല്ലെങ്കിൽ കൈ വിട്ട് കയ്യുമ്പ് പൊട്ടിക്കുക, അല്ലേ? ട്രപ്പീസിയം. അത് അവർക്ക് പറയാൻ അറിയില്ല ഇംഗ്ലീഷിൽ. ട്രപ്പീസിയം എന്നൊന്നും അവരെ പറയില്ല. അപ്പം എന്ത് കളിച്ചാലും മോനെ സമ്മാനം വാങ്ങണമെങ്കിൽ താഴെ വരണം, വേണ്ടേ? മോളിലെ സർക്കസ് കളിച്ചാലും സമ്മാനം വാങ്ങണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരണക്കിണർ മോട്ടോർ സൈക്കിള്, ചിലപ്പോൾ അതൊരു ഗ്ലോബ് മാതിരി ഉള്ളതിലാവും. ചിലതിൽ മൾട്ടി 3, 4, 5 വരെയൊക്കെ മോട്ടോർ സൈക്കിൾ അതിൻ്റെ ഉള്ളിൽ ചുറ്റും. അത് കൺസിസ്റ്റൻ്റ് സ്പീഡിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണ്, അല്ലെങ്കിൽ കൂട്ടി വിട്ടും. ഒരാൾ സ്ലോ ചെയ്താൽ എന്ത് പറ്റും? അപ്പോൾ ആദ്യം നിർത്തണം, ആര് രണ്ടാമത് നിർത്തണം? മുകളിൽ ഓടുന്ന ആളെ ആദ്യം നിർത്താൻ പറ്റില്ല, താഴെയുള്ള ആൾക്കാരിനെ നിർത്താൻ പറ്റുള്ളൂ. അയാൾ നിർത്തിയാൽ പിന്നെ രണ്ടാമത്തെ ആൾക്കാർക്ക് നിർത്താം. അതിനൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ജ്ഞാനം എന്നുള്ള വാക്കിന് ആത്മസ്വരൂപ ബോധം തന്നെ അർത്ഥം പറയണം. ആത്മസ്വരൂപം എന്താണ്? ആത്മാവിൻ്റെ സ്വരൂപം. ഇത് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട്.
ഭാഗവതത്തിൻ്റെ ആമുഖത്തിൽ പറയുണ്ടായി ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ പ്രമാണം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതറിയാതെ കണ്ട് 5-ാമത്തെ ശ്ലോകത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളെല്ലാവരും വായിക്കാൻ പഠിച്ചു അല്ലേ, വായിക്കാൻ അറിയാം അവരവരുടെ ലെവലിൽ. അതല്ല കാര്യം. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത് വെച്ചുകൊണ്ട് ഈശ്വരനെ ബാധിക്കാം. കാരണം എന്താ, ഈശ്വരനോട് പരമപ്രേമം വേണമെന്നും ഈശ്വരനെ എന്നുള്ളതാണ് ജ്ഞാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞ് മനസ്സിലായ കഥ കഴിഞ്ഞു. ആത്മബോധത്തിൻ്റെ സ്വരൂപം. അപ്പോൾ ആത്മബോധം, ആത്മസ്വരൂപബോധം, ആത്മാവിൻ്റെ സ്വരൂപം എന്താ? താണ നിലത്തെ നീരോടു. അതൊരു ആത്മാവിൻ്റെ രൂപമാണ്. ഞാൻ നെയ്വിളക്ക് വെച്ചാലും ഞാൻ വെച്ചാലും നിങ്ങൾ വെച്ചാലും തൊട്ടാ പൊള്ളും. അതൊരു ആത്മസ്വരൂപമാണ്, ബോധമാണ്. കാറ്റ് കൊള്ളാൻ നല്ലതാണ്. കൊടുങ്കാറ്റ് വന്നാൽ വീട് പോയാൽ നമ്മൾ ദുഃഖിക്കും. അപ്പോൾ ദീപം വേണം, ദീപം പ്രജ്വലിപ്പിക്കാം. പക്ഷേ വീട് കത്തിപ്പോയാലോ നമ്മളെന്ത് ചെയ്യും? ബുദ്ധിമുട്ടാണ് അല്ലേ? അതേമാതിരി വെള്ളപ്പൊക്കം, വെള്ളമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വെള്ളപ്പൊക്കം വന്നാൽ ബുദ്ധിമുട്ടായി. അതേമാതിരി ഭൂമി ജനവാസത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഭൂമി കുലുങ്ങിയാൽ അപകടമായി. അപ്പം ആത്മസ്വരൂപം എന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പ്രാണൻ ആത്മാവാണ്, തീ ആത്മാവാണ്, ആകാശം ആത്മാവാണ്, വെള്ളം ആത്മാവാണ്, ഭൂമി ആത്മാവാണ്. പഞ്ചഭൂതങ്ങളാണെങ്കിലും പഞ്ചഭൂതങ്ങളുടെ നിയന്താവായിരിക്കുന്ന ഭഗവാൻ നിരാകാരനായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് സനാതനധർമ്മത്തിലുള്ളവർ, അല്ലെങ്കിൽ പല ഇപ്പോൾ ഓൺലൈൻ ഗുരുവായൂരപ്പൻ്റെ ഒക്കെ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മെമ്പേഴ്സ്. എല്ലാവരും ഫോട്ടോ ഇട്ട് കളിക്കുന്നല്ലാണ്ട് അവർക്ക് ഈ ആത്മസ്വരൂപത്തിനെ പറ്റി എന്തറിയും? ഞാൻ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ പറഞ്ഞത്. സത്യാവസ്ഥ. ഗുഡ് മോർണിംഗ് എന്ന് എഴുതൂ, അതിനൊരു ഫോട്ടോൻ്റെ ആവശ്യമുണ്ടോ? ഗുഡ് നൈറ്റ് എന്ന് പറയൂ. ഈ ഗുഡ് നൈറ്റിലെ ഏറ്റവും വലിയൊരു അമളിയുണ്ട്, സ്വീറ്റ് ഡ്രീംസ്. കടന്ന നേരം വരെ തുടങ്ങി ഉറങ്ങി നീക്കണ വരെ ഡ്രീം, സ്വപ്നം കണ്ട എന്താ ഉണ്ടാവുക? അത് സ്വപ്നം, ഉറക്കമില്ലാത്തവർക്ക് അത് മനസ്സിലാവുള്ളൂ. സ്വപ്നം കണ്ടാൽ ഗാഠസുഷുപ്തി ഇല്ല എന്നർത്ഥം. ഗാഠസുഷുപ്തി, സുഷുപ്തി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ടാൽ അറിയാത്തൊരവസ്ഥ. ശരീരത്തിൽ, മനസ്സിൽ നമുക്ക് ലജ്ജയുണ്ട്. യാദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഉറക്കത്തിൽ വിവസ്ത്രനായി വസ്ത്രം ഊരിപ്പോയാലും നാണം തോന്നില്ല. കാരണം എന്താ? ജാഗ്രതാവസ്ഥയിലേ നാണം തോന്നുള്ളൂ. ബുദ്ധിയില്ലാത്ത കുട്ടികൾ, അവർക്ക് നാണമുണ്ടോ? അവർക്ക് മാനമുണ്ടോ? ഇല്ല. അപ്പോൾ ബുദ്ധി വേണം, സദ്ബുദ്ധി വേണം. അപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം എന്താ? ആത്മാവിൻ്റെ സ്വരൂപം അറിയാതെ കൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ആ ആത്മാവിൻ്റെ സ്വരൂപം എല്ലാവരിലും ഉണ്ട്. അമ്പലത്തിൽ പോകുന്നവർക്കും അമ്പലത്തിൽ പോവാത്തവർക്കും. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ നിവേദ്യത്തിൽ പവർ ബാങ്ക് കിട്ടിയെന്നാണ്. അപ്പോൾ ആരോ ഗുരുവായൂരപ്പനെ സേവിക്കുന്ന വ്യാജേന തെറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പാണ്. ശരിയല്ലേ? അല്ലെങ്കിൽ സാധാരണക്കാരൊക്കെ പോകുമ്പോൾ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടൊക്കെ നോക്കിയിട്ടാണ് പോണത്. ഇതെങ്ങനെ ഉള്ളിൽ എത്തി? അപ്പോൾ ഈ ഭഗവാന്റെ ശമ്പളം വാങ്ങി ഭഗവാനെ ഉപാസിക്കുന്ന വ്യാജേന തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭക്തന്മാർക്ക് അങ്കലാപ്പുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്തു, അധർമ്മം ചെയ്തു എന്നർത്ഥം. അത് ശിക്ഷിക്കാണ്ട് പോയാൽ, യൂണിയൻകാരൊക്കെ ആയിട്ട് ശിക്ഷിക്കാണ്ട് പോയാൽ ആർക്കാ മോശം? തെറ്റ് ചെയ്യുന്നവരെ വളർത്തുക എന്നാണ് അർത്ഥം പറയാതിന്. എൻ്റെയും നിങ്ങളുടെയും കുട്ടികൾ തെറ്റ് ചെയ്താൽ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടി മോശക്കാരനാവും. അപ്പോൾ ഇവിടെ ജ്ഞാനമാണ് ആത്മസ്വരൂപം.
ആത്മസ്വരൂപം എന്നല്ല, ആത്മസ്വരൂപ ബോധം വേണം. ആത്മാവിൻ്റെ സ്വരൂപം എന്താണെന്നുള്ളൊരു ബോധം വേണം. അത് കഴിഞ്ഞാൽ വിരാഗം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ ആസക്തിയില്ലായ്മ. വിഷയങ്ങളിൽ ആസക്തി വെച്ചിട്ട് ഭാഗവതം വായിച്ചിട്ട് എന്താ കാര്യം? അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യം? ഈശ്വരനോട് വിഷയങ്ങളിൽ ആസക്തി ഉണ്ടാവാനാണ് നമ്മൾ പ്രാർത്ഥിക്കണത്. അതാണ് പ്രാർത്ഥന നന്നാവാത്തത്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക എന്നാണ് ശരിക്കുള്ള അർത്ഥം. ഈശ്വരനെ പ്രാപിക്കുക. അപ്പോൾ വിഷയങ്ങൾ ഇന്ദ്രിയ സംബന്ധമായ അല്ലെങ്കിൽ ബുദ്ധിയെ അവശതപ്പെടുത്തുന്ന, അതാണ് ഈ ഡ്രിങ്ക്സ്, മയക്കുമരുന്നൊക്കെ അതിൽ വരും. ഇതെന്ന് അറിയാണ് ഭാഗവതം പഠിക്കരുത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ചിലപ്പോൾ ഇത് തുടങ്ങിയാൽ കുറേ ആൾക്കാർ വിട്ടുപോകും. കുറച്ച് ആൾക്കാർ ഇതിലേക്ക് ആഴ്ന്നിറങ്ങും, അവർ രക്ഷപ്പെടും. ആരാണ് ആഴ്ന്നിറങ്ങണത് അവർ രക്ഷപ്പെടും. അപ്പോൾ നമ്മൾക്ക് വേണ്ടി ഇതിൻ്റെ അർത്ഥതലങ്ങളിൽ വെള്ളം ചേർക്കരുത്. ഇത് എനിക്ക് ബാധകമല്ല, എൻ്റെ ജാതി ഇത് ഇൻസിസ്റ്റ് ചെയ്യണു, അല്ലെങ്കിൽ എൻ്റെ മതം എനിക്ക് ഇത് ഇൻസിസ്റ്റ് ചെയ്യണു, അങ്ങനെ പറയരുത്. ഇത് അണ്ടർ ദി സൺ ആൾ ആർ ഈക്വൽ. കാരണം ഒരു കാലത്ത് സനാതനധർമ്മം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലാണ് എന്തുണ്ടായിട്ടുള്ളത്? വർണ്ണം ഉണ്ടായിട്ടുള്ളത്. ഒരു കൂട്ടം ആൾക്കാർ വേദങ്ങൾ പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു. അല്ലാണ്ട് ബ്രാഹ്മണ യോനിയിൽ ജനിച്ചവരെ മുഴുവൻ ബ്രാഹ്മണരെന്ന് പറയണില്ല. അതേമാതിരി തന്നെ ക്ഷത്രിയൻ, അതേമാതിരി തന്നെ വൈശ്യൻ, അതേമാതിരി തന്നെ ശൂദ്രൻ. ഇപ്പം മിലിറ്ററിയിൽ ബ്രാഹ്മണരും ഉണ്ട്, പിന്നെ അത് അപ്പർ ക്ലാസ് ആൾക്കാരുണ്ട്, സവർണരുണ്ട്, അവർണരുണ്ട്. അവരെ മൊത്തം നമ്മൾ പറയുക ക്ഷത്രിയന്മാരെന്നല്ലേ, യുദ്ധം ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഞാൻ ചോദിക്കുന്നത്, യുദ്ധം മാത്രം മതിയോ? ഞാൻ എൻ്റെ ഭാര്യയെയും കുട്ടികളെയും സംരക്ഷിക്കുമ്പോൾ മാട് കുത്താൻ വരികയാണ്, അല്ലെങ്കിൽ ഒരാൾ അവരെ നോണ്ടാൻ വരികയാണ്, ഞാൻ എതിർക്കണം. ഞാൻ ഭാഗവത ഭക്തദാസനാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം എൻ്റെ കുടുംബാംഗങ്ങളെ ശല്യപ്പെടുത്താൻ വരുന്നവരെ പ്രതിരോധിക്കുക എന്നുള്ളത് എൻ്റെ ഉള്ളിലുള്ള ക്ഷത്രിയത്വമാണ്. ഇത് മനസ്സിലാക്കണ്ടേ? അവർക്ക് വേണ്ടിയിട്ടുള്ള പലവ്യഞ്ജനങ്ങളും ടെക്സ്റ്റൈൽ സാധനങ്ങളും ഫോണ് മുതലായിട്ടുള്ള ഇലക്ട്രോണിക് സാധനങ്ങളും വാങ്ങുമ്പോൾ ഞാൻ ക്രയവിക്രയം ചെയ്യുന്ന ആളാണ്, വില പേശുന്ന ആളാണ്. അപ്പം ഞാൻ വൈശ്യത്വൻ എൻ്റെ ഒരു ക്വാളിറ്റിയാണ്. എൻ്റെ ഭാര്യയ്ക്ക് വയ്യ, ഞാൻ ആ പുരുഷനാണ്, ഞാൻ വയറ് തലോടി കൊടുക്കില്ല, കാല് തലോടി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം മറ്റുള്ളവരെ സേവ ചെയ്യാൻ അത് എവിടുന്ന് തുടങ്ങണം? കുടുംബാംഗങ്ങളിൽ നിന്ന് തുടങ്ങണം. എൻ്റെ ഭാര്യയെ കാല് തലോടി കൈ തലോടി കൊടുക്കാൻ ചെയ്യാണ്ട് വഴി കൂടെ പോകുന്നവർ അങ്ങനെയുണ്ട് ചിലവർ. അവർ അപഥസഞ്ചാരികളെന്നാ പറയുക, ശരിയായ പദത്തിൽ സഞ്ചരിക്കാത്തവർ അപഥസഞ്ചാരികളെന്നാണ് പറയുക. നമ്മൾ കുറച്ച് പഠിച്ചാൽ മതി. കുറച്ച് പഠിച്ചത് ശീലിക്കണം. ചൊട്ടയിലെ ശീലം ചുടല വരെ ശീലിക്കണം. എപ്പോൾ ശീലിക്കണം? കുട്ടികളെ കൊണ്ട് അച്ഛൻ്റെ ചപ്പല് തുടച്ച് അച്ഛന് കൊടുക്കാൻ അമ്മ നിർബന്ധിക്കണം. അമ്മയുടെ ചപ്പലും കുട്ടികളെ കൊണ്ട് തുടച്ച് വെപ്പിക്കാൻ സാധിക്കണം. അത് ഒരു സേവന മനസ്ഥിതിയാണ്. ഇത് ചെയ്യാത്തവൻ അമ്പലത്തിൽ പോയിട്ട് ഭഗവാന്റെ ചരണ പങ്കജങ്ങളെ തൊട്ട് തലയിൽ വെക്കുകയെന്ന് പറഞ്ഞാൽ ഐ വിൽ നോട്ട് ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛനമ്മയ്ക്ക് എന്ത് തോന്നും? ഭഗവാന്റെ പാതാരബന്ധങ്ങളെ തൊട്ട് തലയിൽ വെക്കൂ എന്നുള്ളത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇന്നും എത്ര ഇല്ലാത്ത ചെറ്റക്കുടലിലുള്ളവരാണെങ്കിലും ശരി, സ്വന്തം അച്ഛനമ്മമാരെ നീട്ട ഉടനെ കാല് തൊട്ട് വന്ദിക്കുക എന്നുള്ളത് അവരുടെ ബ്ലഡിലുണ്ട്. വാട്ട് ദി ഹെൽ വി ആർ ഹാവിങ്? പറയൂ.
കേരളത്തിൽ അച്ഛനമ്മയുടെയും കാല് തൊട്ട് വന്ദിക്കുന്നവരെത്ര ആൾക്കാരുണ്ട്? ഇതാണ് ഭാഗവതം പറയേണ്ടത്. ഭാഗവതം പറഞ്ഞത് നിങ്ങൾക്ക് നല്ല ഗുണശീലങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ ഇവിടെ വിരാഗം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ ആസക്തി. വിവാഹം എന്തിനു വേണ്ടിയിട്ടാണ്? ആസക്തി ഇല്ലാണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. കാണുന്നവരോട് ആസക്തി തോന്നരുത്. അപ്പോൾ വിഷയങ്ങൾ ആയി. പിന്നെ പറഞ്ഞു ആപ്തവിവേക, പ്രാപിക്കപ്പെട്ട യഥാർത്ഥമായ വിവേചന സാമർഥ്യം. ശരിയും തെറ്റും അതിനെ വിവേചിച്ചറിയണം. ഏത് വാക്കുകൾ ഉപയോഗിക്കാം, ഏത് വാക്കുകൾ ഉപയോഗിക്കരുത്. സ്ഥലം മുഖം ന്യായം. എവിടെ എന്ത് പറയണം, ആരോട് എന്ത് പറയണം, എപ്പോൾ എന്ത് പറയണം. അതുകൊണ്ടാണ് അവിടെ ആപ്തവിവേക, പ്രാപിക്കപ്പെട്ട യഥാർത്ഥമായ പ്രാപിക്കപ്പെട്ട ഇൻഡസ്ട്രിയസ് മൈൻഡോ ഉണ്ടെങ്കിലല്ലേ നമ്മൾക്ക് ശരിയും തെറ്റും മനസ്സിലാവുള്ളൂ. ശരിയും തെറ്റും അറിഞ്ഞാലല്ലേ അധർമ്മത്തിനെ വെടിയാനും ധർമ്മത്തെ സ്വീകരിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഡോക്ടർമാരാവുന്നുണ്ട്. ഡോക്ടർമാർ രോഗിയായ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പ്രവർത്തിക്കുന്നു. കാരണം എന്താ? അവൻ്റെ മനസ്സിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ഭോഗവസ്തുവാണ്. അപ്പോൾ സ്വന്തം വീട്ടിലുള്ള അച്ഛൻ, അമ്മ, പെങ്ങള്, ചേട്ടത്തിയമ്മ, അനിയത്തി, വാലിയക്കാരൻ ഇവരോടൊക്കെ സ്ഥായിയായിട്ട് പെരുമാറാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നാട്ടുകാർ കൈ വയ്ക്കുമ്പോഴല്ലേ അറിയുള്ളൂ. പണ്ടൊക്കെ നമ്മളെന്താ അധ്യാപകന്മാരോട് പറയുക? എൻ്റെ മകൻ, എൻ്റെ മരുമകൾ, എൻ്റെ മരുമകൻ, എൻ്റെ അനന്തരവൻ സ്കൂളിലുണ്ട്, മാഷെ ഒന്ന് ശ്രദ്ധിക്കണം. ശിക്ഷിച്ചോളൂ കേട്ടോ, ഞാൻ ചോദിക്കില്ല. എന്തേ ശിക്ഷിച്ചതെന്ന് ഞാൻ ചോദിക്കില്ല എന്നാ. ഇപ്പം നമ്മൾക്ക് സ്വാതന്ത്ര്യം വളർന്ന് നമ്മൾ എവിടെ എത്തി? ഡോണ്ട് ടച്ച് അല്ലേ? ഡോണ്ട് ടച്ച് ഒരു സസ്യമുണ്ട് അല്ലേ? തൊട്ടാവാട് അത്. അപ്പം നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെ തൊട്ടാവാടികളാക്കി വളർത്തി. അതല്ലേ സംഭവിക്കണത്? അതല്ലേ അവർക്ക് റോഡ് കൂടെ പോകുമ്പോൾ മുഖത്ത് ആസിഡ് ഒഴിക്കാനുള്ള കാരണം? അല്ലെങ്കിൽ കുത്തി മലർത്തി അങ്ങനെയല്ലേ? കുത്തി മലർത്തിയല്ലേ ചെയ്യണത്? തൊട്ടാവാടിയിൽ എന്തുണ്ട്? മുള്ളുണ്ട്. അവരെ സ്വയം മുള്ളുകളായിട്ടല്ലേ നമ്മൾ വളർത്തണത്. അച്ഛനും അമ്മയും ജോലിക്ക് പോയാലേ കുടുംബം പുലരൂ എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ അത് അറ്റ് വാട്ട് കോസ്റ്റ്? പണ്ടൊക്കെ 5ഉം 6ഉം കുട്ടികളുണ്ടായിരുന്നു. ഇന്ന് ഒരു കുട്ടി, മാക്സിമം 2 കുട്ടി. അവർക്ക് നമ്മൾക്ക് ഈ പറയുന്ന ആത്മസ്വരൂപ ബോധം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വാട്ട് ദി ഹെൽ വി ആർ ഏണിങ്? നമ്മൾ എന്ത് സമ്പാദിച്ചു? എന്തുകൊണ്ടാണ് നമ്മൾക്ക് സംതൃപ്തി ഉണ്ടാവാത്തത് ജീവിതത്തിൽ? വേണ്ടത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണില്ല. അപ്പോൾ ഭക്തിജ്ഞാന വിരാഗാണാം പ്രവാഹോ വർദ്ധതേ കഥം എന്ന പാടാണ് സുഗമം. ഭക്തിജ്ഞാന വിരാഗാണം. ഭക്തി മാത്രം ഉണ്ടായാൽ പോരാ, അറിവുണ്ടാവണം. ഭക്തി ജ്ഞാനം ഉണ്ടായാൽ പോരാ. വിരാഗം, വിഷയവിരക്തി ഇല്ലാതെ കൊണ്ട് ഈശ്വരപ്രാപ്തി നടക്കില്ല. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും വിരാഗമില്ല, രാഗമുള്ളൂ. ആ രാഗവർദ്ധനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരനെ ഉപാസിക്കണത് എന്നുള്ളതാണ് സത്യം. 99% ആൾക്കാർ ക്ഷേത്രത്തിൽ പോയി എന്താ പ്രാർത്ഥിക്കണത്? എനിക്ക് വിദ്യ വേണേ. പക്ഷെ അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മൾ പ്രവർത്തിക്കാതെ കൊണ്ട് എന്താ നേടുക? ഈശ്വരൻ പോസ്റ്റ്മാൻ കത്ത് കൊണ്ടുവരുന്നു, അതിന് അദ്ദേഹത്തിന് പേയ്മെൻ്റ് ഉണ്ട് ഇല്ലേ? പക്ഷേ പോസ്റ്റ് ഓഫീസിൽ ഓരോ ഏരിയ ചില പീജിൻ ഹോൾസ് ഉണ്ട്. ആദ്യം വന്ന കത്തുകളൊക്കെ ഓരോന്നായിട്ട് ഓരോ ബോക്സിലിടും. അതുകൊണ്ട് അവർക്ക് അത് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഇയാൾ
നടക്കാൻ പോകുന്ന ഇയാൾ ഏതൊക്കെ ഏരിയ കവർ ചെയ്യും, അതിനവർക്കൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം പ്രകാരം ആ ഏരിയയിലുള്ള കത്തുകളാണ് ആദ്യം വരിക. അപ്പം ഞാൻ ഇന്ന് ലെഫ്റ്റ് സൈഡ് കൂടെ പോകുമെന്ന് വെച്ച് ക്രോഡീകരിച്ചു, എന്നിട്ട് അതിന് പകരം ഞാൻ റൈറ്റ് സൈഡ് കൂടെ പോകാൻ തുടങ്ങിയാൽ ഞാൻ ആരുടെ ലെറ്ററെ കൊടുക്കുക? ഇന്നിപ്പോൾ വാട്സപ്പും കാര്യങ്ങളൊക്കെ ആവുക കാരണം ലെറ്ററിൻ്റെ പ്രസക്തി കഴിഞ്ഞു. ഇപ്പൊക്കെ കുരിയറാണ്, ലെറ്റ് ഇറ്റ് ബി. എന്നാലും അവർക്ക് നമ്മൾ ലൊക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ സാധനം വീട്ടിലെത്തുമോ? അപ്പം ഇതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ടാണ് വ്യാസരിത് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭക്തിജ്ഞാന വിരാഗാണാം പ്രവാഹോ വർദ്ധതേ കഥം. പ്രവാഹം, മലവെള്ളപ്പാച്ചിൽ പോലെ കഥകൾ വന്നാലും ഭക്തിജ്ഞാന വൈരാഗ്യമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. വൈരാഗ്യമില്ലാത്തവരോട് ഭാഗവതം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ, അർഹതപ്പെട്ടത് ഒക്കെ ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഓരോരുത്തർ ജനിക്കുമ്പോഴും അർഹതപ്പെട്ട സാഹചര്യത്തിലാണ് കൊണ്ടുവിടുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പഠിപ്പിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്ത് പഠിപ്പിക്കാനാണ് നമ്മൾ ലോൺ എടുത്തുള്ളത്? ഭാഗവതം പഠിപ്പിക്കാനാണോ? രാമായണം പഠിപ്പിക്കാനാണോ? സംസ്കാരം പഠിപ്പിക്കാനാണോ? അപ്പോൾ സംസ്കാരവും വിശുദ്ധവും ഇല്ലാതെ കണ്ട് നമ്മൾ LLB പഠിച്ചിട്ട് ഞാളൂരിനെ പോലെ, അല്ലെങ്കിൽ ഞാൻ പേരെടുത്തതിന് നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്. അപ്പോൾ ടാർഗറ്റ് വെച്ചിട്ട് ഡോക്ടർ ആവാനുള്ള സംസ്കാരമാണോ ഭാഗവതം പഠിച്ചിട്ടുള്ളത്? എത്ര ആൾക്കാർ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ വീട്ടിലുള്ള പ്രഷർ താങ്ങാനാവാണ്ട്, പ്ലഷർ അനുഭവിക്കാതെ കണ്ട്, ഇഷ്ടമുള്ളവനെ വിവാഹം കഴിക്കണം, ഇഷ്ടമുള്ളവളെ വിവാഹം കഴിക്കണം തരപ്പെടാതെ കണ്ടിരിക്കുമ്പോൾ സ്വയം ഞരമ്പ് മുറിച്ച് മരിക്കുന്ന എത്രയോ എൻജിനീയേഴ്സും എത്രയോ ഡോക്ടർമാരും നമ്മുടെ ഉള്ളിലുണ്ട്. അവരുടെ വീട്ടിലുള്ള അച്ഛനമ്മമാരുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു മായാമോഹ നിരാസ. മായ കൊണ്ടുണ്ടാകുന്ന അവിവേകത്തിൻ്റെ നിരസനം. മായാമോഹ നിരാസ എന്താ വാക്ക്? ഉള്ളതിനെ ഇല്ലാന്ന് ധരിക്കുന്നത് മായാണ്, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് ധരിക്കുന്നത് മായാണ്. കയറിനെ കണ്ട് പാമ്പാന്ന് ധരിക്കണു, പാമ്പിനെ കണ്ട് കയറാണെന്ന് തെറ്റിദ്ധരിക്കണം. ആർക്കാ മോശം? കയറിനും പാമ്പിനും അത് ബാധകമാണോ? അല്ല. ആരാണ് കയറിനെ കണ്ട് പാമ്പായിട്ട് കണക്കാക്കണത്? അവനാണ് മോശം, അവൾക്കാണ് മോശം. ഇപ്പോൾ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഇറുമ്പ് കടിക്കും എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും എടുത്ത് നന്നാക്കി വളർത്തി നടത്തിയിട്ട് അവന് സ്വന്തം സഹോദരിയായി തോന്നേണ്ടവരെ ഒരു കാമഭോഗ വസ്തുവായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിൽ പെങ്ങന്മാരില്ലാത്തത് കൊണ്ടാണ്. വീട്ടിൽ പെങ്ങന്മാരുണ്ടെങ്കിൽ, സിസ്റ്റേഴ്സ്, തൻ്റെ മേലെ തൻ്റെ താഴെ, അവൻ അവരുടെ ഔചിത്യം ശ്രദ്ധിക്കുന്നവനാണെങ്കിൽ വഴിക്കൂടെ പോണ പെൺകുട്ടീനെ ഉപദ്രവിക്കില്ല. അപ്പോൾ ഈ മായാമോഹ നിരാസ പഠിക്കാത്തത് കൊണ്ടല്ലേ എൻ്റെ മകനാണെങ്കിലും എൻ്റെ മകളാണെങ്കിലും ഇപ്പം എൻ്റെ പ്രായം വെച്ചിട്ട് എനിക്ക് പേരക്കുട്ടീന്നേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ പേരക്കുട്ടിയാണെങ്കിലും പേരമോനാണെങ്കിലും അവൻ അപകടത്തിൽ പോയി വീഴുന്നത് എന്താണ്? ഇതിനെ ഓപ്പോസിറ്റ് സെക്സ് ആൾക്കാരെ ഒരു ഭോഗവസ്തു സ്നേഹിക്കപ്പെടാൻ അറിയുന്നുണ്ടോ? സ്നേഹമാണോ അത്? സ്നേഹമല്ല, ഭ്രാന്ത്, കാമഭ്രാന്ത്. അപ്പോൾ കാമനകളെ തടയൂ. കാമനകൾ ഇപ്പോൾ ഒരു 35 വർഷം മുമ്പേ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ വേണം എന്ന് ആരെങ്കിലും പറഞ്ഞ് ലഹള കൂട്ടിയതായിട്ട് ഞാൻ കാണുന്നില്ല.
ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുടെ ഒപ്പം ഇരുന്ന് സിനിമ കാണാൻ പറ്റുമോ? പക്ഷെ പോയിട്ട് ഇപ്പം എന്തായി? മകളുടെ കല്യാണ സ്റ്റേജിൽ അച്ഛനും ഭർത്താവും ഡാൻസ് കളിക്കണം, അത് സീത്രൂ സാരി ചുറ്റിയിട്ട് എന്നുള്ള അവസ്ഥ വരെ എത്തി. ഞാൻ വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ് ഞാൻ ജീവിതം. ഭാര്യയും അച്ഛനും ഞാനും എൻ്റെ ഭാര്യയും കൂടി ആലിംഗനം ചെയ്യണതിന് ഞങ്ങൾക്കതൊരു സ്ഥലമുണ്ട്, അല്ലാണ്ട് മക്കളുടെ മുമ്പിൽ വെച്ചിട്ടല്ല. ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ജിയോമെട്രിക്കൽ ടൈപ്പിലെ ശരീരം ഇട്ടളക്കലാണോ ഡാൻസ്? അല്ല. എന്നാൽ അതിന് നിങ്ങൾ കഥകളി കാണണം. കഥകളിയും കൃഷ്ണാട്ടം കളിയും കണ്ട് രസിക്കാൻ എത്ര ആൾക്കാർക്ക് അറിയാം? അറിയണില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അർത്ഥം പറഞ്ഞ് ഒഴിവാക്കണല്ലോ അല്ലേ? ഇപ്പം 3-ാമത്തെ ശ്ലോകമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ 4-ാമത്തെ ശ്ലോകം എന്തായി? മായാമോഹ നിരാസ. അപ്പോൾ ഭഗവാൻ അവതാരം ചെയ്യുന്നത് മായയെ ഉപോത്ബലകമായിട്ടാണെന്നുള്ളത് എത്ര ഹിന്ദുക്കൾക്കറിയാം? മായയാണ് ഏത് അവതാരം. നമ്മളെല്ലാം ഭൂമിയിൽ നിന്ന് മോളോട്ട് ഊർധ്വഗതി പ്രാപിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലേ? പക്ഷെ അവതാരം എന്ന് പറഞ്ഞാൽ എന്താ? മോളിൽ നിന്ന് താഴോട്ടാണ്. എന്തിന്? ഭക്തന്മാരെ കൈപിടിച്ച് കയറ്റാൻ, ദുർജനങ്ങളെ എന്താണ് പറയുക, നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഇവിടെ പറയണു വൈഷ്ണവന്മാരാൽ കഥം ക്രിയതേ, എങ്ങനെ ചെയ്യപ്പെട്ടു. വൈഷ്ണവന്മാർ പരിപാലനകർത്താക്കന്മാരെന്ന് അർത്ഥം പറയണം. വിഷ്ണു എന്തിനാ പിന്നെ എന്താ ഡിസ്ക്രൈബ് ചെയ്യണത്? വിഷ്ണു എന്നുള്ള വാക്കാണ് പരിപാലനം. പരിപാലിക്കാൻ അറിയാതെ കണ്ടായാൽ ഭാഗവതം പഠിച്ചിട്ട് എന്താ കാര്യം? പരിപാലനത്തിനുള്ള താല്പര്യമില്ല, സുസൈഡ് ചെയ്യാനുള്ള അറ്റംപ്റ്റിലാണെങ്കിൽ പിന്നെ ഭാഗവതം പഠിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ സുസൈഡ് ഇപ്പം നോക്കൂ, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മൊബൈൽ വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ തൂങ്ങിച്ചാവണു. അതിനുള്ള വിദ്യ അവനറിയാം. പക്ഷേ ഈശ്വരനെ കൈകൂപ്പി പ്രാർത്ഥിക്കാനുള്ള അറിവ് അവനില്ലാതെ കണ്ടായി. അതിനെന്താ കാരണം? അച്ഛനമ്മമാർ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണ്. അച്ഛനമ്മമാർ ജോലി ജോലി ജോലി. അപ്പോൾ ഇവിടെ എന്തായി? വർദ്ധതേ മഹാൻ എന്ന പാഠാന്തരം. എന്ത്? ക്രിയതേ, ചെയ്യുന്ന ക്രിയകളിൽ നിന്ന് മാനസികമായ അറിവ് വർദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ക്രിയ അല്ല. ഒരു ക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ശോഷിപ്പിക്കുന്നതായ പുസ്തകങ്ങൾ നമ്മൾ വായിക്കരുത്. മനസ്സിന് ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം, പരമപ്രേമ ബുദ്ധി, പരപ്രേമ ബുദ്ധി, മറ്റുള്ളവരെ സ്നേഹിക്കാനും ആദരിക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ വായിക്കരുത്. എന്ന് പറഞ്ഞാൽ ഭക്തിജ്ഞാന വിരാഗാത്തോ വിവേകോ വർദ്ധതേ കഥം മായാമോഹ നിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം എന്നുള്ളതിൻ്റെ വാക്കാർത്ഥായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ? വീണ്ടും 2 ചോദ്യം ചെയ്യുന്നു. ഭക്തിജ്ഞാന വിരാഗാണാം പ്രവാഹോ വർദ്ധതേ കഥം എന്ന പാഠം സ്വീകരിക്കുന്നതായാൽ സത്തിനെ കുറെ സാരത്തിന് കുറെ ചമൽക്കാരം കൂടും. ഈശ്വരനിൽ പരമപ്രേമ ലക്ഷണമായ ഭക്തിയും, പരമപ്രേമ ലക്ഷണമാണ് ഭക്തി ഉണ്ടോ ഇല്ല എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഭക്തിയും തന്നിമിത്തമുണ്ടാകുന്ന ആത്മസ്വരൂപജ്ഞാനവും. അപ്പോൾ ഈ കേശാദിപാദം പാദാദികേശം ചിത്രം നോക്കിയിട്ടല്ല, ഭഗവാന്റെ ഓരോ അംഗപ്രത്യംഗങ്ങൾക്കുള്ള വിശേഷതകൾ എന്തൊക്കെയാണ്. അപ്പോൾ തന്നിമിത്തമുണ്ടാകുന്ന ആത്മസ്വരൂപജ്ഞാനവും തന്നിമിത്തമുണ്ടാകുന്ന വിഷയവൈരാഗ്യവും. ഈശ്വരനോട് പരമപ്രേമ ഭക്തി ഉണ്ടാവുമ്പോഴാണ് നമ്മൾക്ക് വിരാഗം ഉണ്ടാവുന്നത്. ഇന്ദ്രിയ സംബന്ധമായ കർമ്മങ്ങളിൽ താല്പര്യം തോന്നാതെ ഉണ്ടാവണം. അപ്പോൾ വിഷയവൈരാഗ്യവും അഭിവൃദ്ധിപ്പെട്ടു വരുവാനുള്ള മാർഗമെന്താകുന്നു എന്നാണ് ഒരു ചോദ്യം.
പിന്നെ ചോദിക്കണത് മായ നിമിത്തമുണ്ടാകുന്ന അവിവേകത്തെ വൈഷ്ണവന്മാർ ഏത് വിധമാണ് നശിപ്പിക്കുന്നത്? വൈഷ്ണവന്മാർക്ക് മാത്രമേ നശിപ്പിക്കാൻ പറ്റുള്ളൂ. ഏതിനെ നശിപ്പിക്കുന്നത്? മായയെ നശിപ്പിക്കുക. ഭഗവാന്റെ അംശമാണ് മായ. പക്ഷേ ആ മായ മാറി നിൽക്കണമെങ്കിൽ എന്ത് വേണം? അമ്മേ മഹാമായേ ജഗദംബികേ രാജരാജേശ്വരി എന്നെ വലയ്ക്കരുതേ എന്ന് പറയണം. ഏയ് ഞാൻ താഴില്ല എന്ന് പറഞ്ഞാൽ എന്നെ വലയ്ക്കരുതെന്ന് പറയുമ്പോൾ ഒരു റിക്വസ്റ്റാണ്, ഒരു അഭ്യർത്ഥനയാണ്, ഒരു പ്രാർത്ഥനയാണ്. അത് ചെയ്യില്ലെങ്കിൽ എന്നെ നേരായ വഴിക്ക് നയിക്കണേ, എനിക്ക് നല്ല ബുദ്ധി തരണേ, നല്ല വിദ്യ തരണേ എന്ന് എത്ര കുട്ടികൾ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന എത്ര ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് സകലവിധ സമാചാരങ്ങളെയും വിഷ്ണുപ്രീതിക്കായിക്കൊണ്ട്. സമാചാരങ്ങൾ വർത്തമാനങ്ങളെന്നർത്ഥം. വർത്തമാനകാലത്ത് ചെയ്തു വരുന്ന ക്രിയകൾക്കാണ് എന്നെ സമാചാരം. തമിഴിൽ ചോദിക്കുക, എന്നെ സൗഖ്യമായിരിക്കലാ എന്നെല്ലാം സമാചാരം. ഇപ്പം പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അർത്ഥം. അപ്പോൾ സകലവിധ സമാചാരങ്ങളെയും സമമായി ആചരിക്കേണ്ടത്, സമകാലികമായിട്ട് ആചരിക്കേണ്ടത് വിഷ്ണു പ്രീതിക്കായിക്കൊണ്ട്, ഈശ്വര പ്രീതിക്കായിട്ട് വേണം നമ്മൾ കർമ്മം ചെയ്യാൻ. വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ധ്യാനത്തിന് തൊട്ട് മുമ്പേ അതിൻ്റെ പൂർവ്വ പീഠിക പറയുന്നുണ്ട്. ആരാണ് ഋഷി, ഇതിൻ്റെ ഛന്ദസ് എന്താണ്, മീറ്റർ എന്താണ്. ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥം. മഹാവിഷ്ണുവിന് പ്രീതി ഉണ്ടായാൽ പിന്നെ ഇന്നത് വേണം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഉള്ളിൽ ഇരുന്നിട്ട് അദ്ദേഹം എല്ലാം കാണിച്ചു തരും, എല്ലാം സംഭവിപ്പിച്ചു തരും. ഇതിപ്പോൾ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല. ഒരു ചെറിയൊരു കാര്യം നടക്കാൻ മഹാപ്രഭുവായിരിക്കുന്ന ഭഗവാൻ എന്തിനാ ശരണം പ്രാപിക്കുന്നത്? തലവേദന ഉണ്ടെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്യുക. മേജർ ഇൽനെസ് ഒന്നും ഇല്ലല്ലോ, കുറച്ച് അമൃതാഞ്ജനോ വിക്സോ പുരട്ടുക. അത് ചെയ്യാണ്ട് എൻ്റെ തലവേദന മാറ്റി തരണേ ഭഗവാൻ എന്ന് പറഞ്ഞത് അർത്ഥം. അപ്പോൾ സകലവിധ സമാചാരങ്ങളെയും വിഷ്ണു പ്രീതിക്കായി കൊണ്ട് സമർപ്പിക്കുന്നവരെ വൈഷ്ണവന്മാരെന്ന് പറയുന്നു. വൈഷ്ണവന്മാരെ എന്നൊരു ജാതിയല്ല. ആരാണ് വിഷ്ണുവിന് മനസ്സിനെ അടിയറ വയ്ക്കണത്? ചെയ്യുന്ന കർമ്മങ്ങൾ എൻ്റെ കടമ എൻ്റെ കടപ്പാടാണെന്ന് പറഞ്ഞ് കർമ്മം ചെയ്യുന്ന ആൾക്കാർ എത്രയുണ്ട്? അവരൊക്കെ വൈഷ്ണവന്മാരാണ്. ഈശ്വരൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുക. അച്ഛനമ്മമാരെ നോക്കുക. അയ്യോ എനിക്ക് സമയമില്ല, ഐ ആം ബിസി വിത്ത് മൈ ഓൺ ഫാമിലി എന്ന് പറഞ്ഞാൽ വാട്ട് ഇറ്റ് മീൻസ്? ഭാഗവതം വായിച്ചിട്ട് കാര്യമില്ല. ഭാഗവതം വായിക്കാത്തവരാണ് അവർ. സഹോദരിയുടെയോ സഹോദരൻ്റെയോ വീട്ടിൽ പോകാൻ സമയമില്ല. അവർക്ക് സന്തോഷത്തെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഇറ്റ് മീൻസ്? ഭാഗവതം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കണക്കാക്കണം? ദാറ്റ് ഈസ് ഇമ്മറ്റീരിയൽ. കാരണം എന്താ? നമുക്ക് നല്ല ഒരു വേ ഓഫ് തിങ്കിങ് ഉണ്ടോ? അപ്പോൾ ഇവിടെ എന്താ ഈ വിഷ്ണുർപ്പിതാഖിലാചാരസ്തേഹി വൈ വൈഷ്ണവാ സ്മൃത ഒരു പ്രമാണം പറയുന്നുണ്ട്. വിഷ്ണുവിനെ സ്മരിച്ചുകൊണ്ട് കാണുന്നവരെല്ലാവരും വിഷ്ണു സ്വരൂപികളാണ് എന്നുള്ള രീതിയിൽ പോയാൽ അവർക്ക് അപകടമില്ല. അതാണ് കണ്ട മുള്ള് മാറ്റിയിട്ടാൽ കാണാത്ത മുള്ള് കൊള്ളില്ല. കണ്ട മുള്ള് ഞാൻ കാല് മാറ്റി വെച്ചു, അവിടെ കിടക്കട്ടെ. അത് പിന്നാലെ ഒരാൾ ഫോണും വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് വരികയാണെങ്കിൽ അയാൾക്ക് മുള്ളു കൊള്ളും. അല്ലെങ്കിൽ ഒരു അന്ധനാണ് വരുന്നത് അല്ലേ? അപ്പോൾ ആ മുള്ളെടുത്ത് വേലിയുടെ മുകളിലേക്ക് വെച്ച് വിചാരിച്ചാൽ നമ്മളൊരു ഉപകാരമായി ചെയ്തത്. അത് വൈഷ്ണവധർമ്മ, ഈശ്വരോപാസനയുടെ ഒരു ഭാഗമാണ്. ഈശ്വരോപാസന എന്ന് പറഞ്ഞാൽ 4.5 മണിക്കൂർ ക്യൂ നിൽക്കുക, 1000 റുപ്യ ആർക്കെങ്കിലും കൊടുത്തിട്ട് 5 ആൾ പോയി തൊഴിയൊന്നും അല്ല. അങ്ങനെ തൊഴുതിട്ട് കാര്യമില്ല. ഇൻഫ്ലുവൻസ് തൊഴണല്ല. അപ്പോൾ 1000 ആൾക്കാർ, 1000കണക്കിന് നിൽക്കണ ആൾക്കാരുടെ ശാപമാണ് നമുക്ക് കിട്ടണത് ക്യൂവിൽ നിൽക്കാതെ കണ്ട്. അതൊരു കല്യാണത്തിന് വധൂവരന്മാരെ വിഷ് ചെയ്യാൻ വേണ്ടി ഊണ് കഴിച്ച് ക്യൂവിൽ നിൽക്കുകയാണെങ്കിലും ഊണ് കഴിക്കാണ്ട് ക്യൂ നിൽക്കുകയാണെങ്കിലും ഇൻഫ്ലുവൻസ് അറിയുന്നവരോടൊപ്പം കയറി പോവുക.
അപ്പോൾ എല്ലാറ്റിലും ഒരു വേ ഓഫ് എന്താണെന്ന് പറയുക, ചെയ്യുന്ന കർമ്മത്തിന് മറ്റുള്ളവരുടെ അപ്രീഷിയേഷൻ കിട്ടത്തക്ക വിധത്തിലായിരിക്കണം. അല്ലാണ്ട് മറ്റുള്ളവരാൽ ശപിക്കപ്പെട്ടവരാവരുത്. ഇപ്പോൾ ചിലവരുണ്ട് പഞ്ചായത്ത് മെമ്പേഴ്സ്, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അല്ലെങ്കിൽ ഡോക്ടർമാർ, അങ്ങനത്തെ ഇവർ വരേണ്ട ആവശ്യമില്ല. ക്യൂവിൽ നിന്ന് വധൂവരന്മാരെ ബ്ലസ് ചെയ്യാൻ പറ്റുമോ? അവർ നിന്നാൽ മതി. അപ്പം എന്തായി, കാ ഭക്തിർ വാസ്തവ വിജ്ഞാനം വാസ്തവം കിം വിരാഗകം, ഒരു ആപ്തവാക്യം പറയണ്ടേ. ഭക്തി എന്നാൽ എന്താകുന്നു? വാസ്തവത്തെ സംബന്ധിച്ചിരിക്കുന്ന അറിവ് തന്നെ ഭക്തി. സൂര്യൻ കിഴക്കുദിക്കുന്നു, അതൊരു വാസ്തവികതയാണ്. അപ്പോൾ നീട്ട ഉടനെ കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യനെ തൊഴുക. ഇന്നിപ്പോൾ സൂര്യനെ തൊഴുന്ന ആൾക്കാർ എത്രയുണ്ട്? സൂര്യനാണ് പ്രത്യക്ഷ ദൈവം, സൂര്യൻ ദേവനാണ്. പക്ഷെ നമ്മൾ ഈ മലയാളത്തിൽ നവഗ്രഹങ്ങളെ പറയുമ്പോൾ ശനീനെ മാത്രമേ ശനീശ്വരൻ എന്ന് പറയുള്ളൂ, മറ്റുള്ളവരെന്നൊക്കെ നേരെ പേരേ പറയുന്നുള്ളൂ. അപ്പോൾ വാസ്തവം എന്താകുന്നു? വിഷയാസക്തിയെ നശിപ്പിക്കുന്നതായ പരമാർത്ഥ വസ്തു യാതൊന്നോ അത് തന്നെ വാസ്തവം. കണ്ടതും കേട്ടതല്ല വാസ്തവം. നിങ്ങൾ എന്ത് കണ്ടു, എന്ത് കേട്ടു, അത് വാസ്തവമല്ല. അന്ധകാരത്തെ നശിപ്പിക്കുന്ന ശക്തിവിശേഷം എന്താണ്? അറിവ്. ആ അറിവ് എന്താണ്? വൈഷ്ണവ ചിത്തം, പരിപാലനം. എല്ലാവരെയും പരിപാലിക്കാൻ സാധിക്കണം. ഒരു കുട്ടി, ഒരമ്മയ്ക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾ ഓട്ടിസം ഉള്ളവരാണ്. അതിനെ പരിപാലിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ആ അമ്മയുടെ മനസ്സിലെന്താ? ദയ, കാരുണ്യം, ജീവാത്മാവിനോടുള്ള ബഹുമാനം. കൈയുണ്ടോ കാലുണ്ടോ എന്നുള്ളതല്ല. അപ്പം എന്തായി? എന്താ വാസ്തവം? വിഷയാസക്തിയെ നശിപ്പിക്കുന്നതായ പരമാർത്ഥ വസ്തു യാതൊന്നോ അത് തന്നെ വാസ്തവം. അപ്പോൾ ഈശ്വരനിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? വിഷയാസക്തി. കള്ളു കുടിക്കേണ്ട ആൾ ആ സമയമായ കള്ളു കുടിക്കും. പക്ഷേ ആ സമയത്ത് ഭാഗവതം പഠിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാം. അപ്പോൾ വാസ്തവം എന്ന് പറഞ്ഞാൽ കുളം തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കുക അല്ലേ? അപ്പോൾ വാസ്തവം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ വിഷയാസക്തി അന്ധകാരത്തിലേക്ക് എന്നെ തള്ളിയിടുന്ന ആ നെഗറ്റീവ് ഫോഴ്സിനെ ബലമായി നിർത്തി പോസിറ്റീവ് എനർജി സമ്പാദിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചാൽ അതിനെന്താ അർത്ഥം പറയുക? പരമാത്മ വസ്തു, അതാണ് ദൈവം. അമ്മ തിരുവടെ അടുത്ത് പോയിട്ട് എനിക്ക് മകൻ വേണം മകൾ വേണമെന്ന് പ്രാർത്ഥിക്കരുത്. ചിലപ്പോൾ യെസ് തന്നു എന്ന് വരും. അത് ഓട്ടിസം ഉള്ളതാണോ, പരാലിസിസ് ഉള്ളതായിരിക്കോ, കുബുദ്ധി ഉള്ളതായിരിക്കോ, വിശേഷ ബുദ്ധി ഇല്ലാത്തതാവുമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തിനാണ് ബഹുമാനിക്കേണ്ടത്? അംഗവൈകല്യമില്ലാത്തത്, കണ്ണും മൂക്കും പ്രവർത്തിക്കണത്, അങ്ങനെയൊക്കെയല്ലേ നോക്കുക. അപ്പോൾ തന്നെ എന്തുകൊണ്ട് അയാൾ 2-3 കോടി രൂപയായിട്ട് വന്നില്ല എൻ്റെ ദാരിദ്ര്യം മാറ്റാൻ എന്ന് നമ്മൾ ചോദിച്ചുവോ? ഇല്ലല്ലോ. അപ്പം 10 മാസം ഒരു കുട്ടീനെ നമ്മൾ ഗർഭാവസ്ഥയിൽ ചുമന്ന് നടക്കുന്നത് ഇവനെ ഡോക്ടറാക്കണം, എൻജിനീയർ ആക്കണം എന്നാണോ? അവനെ നല്ലൊരു പ്രജയാക്കണം, നല്ലൊരു ക്യാരക്ടർ, നല്ല സ്വഭാവ ഗുണമുള്ള ഒരാളാക്കി മാറ്റണം എന്നായിരിക്കണം നമ്മുടെ മനസ്സ്. അപ്പോൾ എന്തായി ഇവിടെ? അപ്പോൾ വാസ്തവം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു? അപ്പം ഇനി അതിനല്ല. അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെക്കുറിച്ച് ലക്ഷണം എന്താണ്? ഇതിനാൽ സിദ്ധിക്കുന്നത് എന്താണ്? ഭക്തിജ്ഞാന വൈരാഗ്യം എന്താ സിദ്ധിക്കുക? മോക്ഷമാണ് വേണ്ടത്, അല്ലാണ്ട് ഭാഗ്യക്കുറി കിട്ടലല്ല, അല്ലെങ്കിൽ ഓടി കാറ് വാങ്ങലല്ല. അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യം എന്നിവ പ്രബലപ്പെട്ടു വരുവാനുള്ള മാർഗം അടങ്ങിയിരിക്കുന്നതായ കഥാസാരമെന്ത്? കഥ കേൾക്കണത് കഥാസാരം എന്തിനായിരിക്കണം? ഭക്തിജ്ഞാന വൈരാഗ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം, അതാണ് ഈ ഭഗവത് കഥകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2ാമത്തെ ചോദ്യം, മായാമോഹത്തെ നീക്കുവാൻ ഉപകരിക്കുന്ന മാർഗമേതാണെന്ന് 3ാമത്തെ ചോദ്യം. ഇങ്ങനെ 2-3 ചോദ്യങ്ങളാണ് ഈ
4-ാമത്തെ ശ്ലോകത്തിൽ ചോദിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും മനസ്സിലായതിന് ഈശ്വരന് നന്ദി പറയാം, മനസ്സിലാക്കി തരണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക, അതിനു വേണ്ടി ശ്രമിക്കുക. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.